ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണർ പുറകോട്ട് വലിക്കുകയാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനാണ് ശ്രമമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേരള സർവകലാശാല സെനറ്റിലേക്ക് സ്വന്തം നിലയ്ക്ക് 4 പേരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വ്യക്തിപരമായ ഇടപെടലുകൾ സർവകലാശാലകളിൽ ഗവർണർ നടത്തുന്നു എന്നും സർവകലാശാലകളിൽ അങ്ങനെ ഒരു സ്ഥാനം ഗവർണർക്കില്ലെന്നതിന്റെ തെളിവാണ് കോടതി വിധികളെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത്തരത്തിൽ കാവ്യവൽക്കരണത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് നിരന്തര ഇടപെടൽ നടത്തുന്നത് തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അദ്ദേഹം ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചു. ഫ്യൂഡൽ മനോഭാവത്തിൽ നിന്നും ജനിക്കുന്നതാണ് ഇത്തരം പ്രസ്താവനകളെന്നും മന്ത്രി പറഞ്ഞു. ക്രിമിനൽ എന്നുവരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, വിശേഷിപ്പിക്കുകയുണ്ടായി. എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കേരളീയരെ ആകമാനം ക്രിമിനൽ എന്നൊക്കെ വിളിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിയുക? എന്നാൽ കോടതി വിധിയെക്കുറിച്ച് മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാനില്ലെന്നായിരുന്നു ഗവർണറുടെ നിലപാട്. I will not discuss the judgment of judiciary with media or in public. അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.